ഗുഡ് മോർണിംഗ്. സൺലൈറ്റ് ഹീലിംഗ് ടാരോട്ടിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് നോക്കാം കേട്ടോ. അതിൽ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദ ചാരിയറ്റ് ആണ്. ദ ചാരിയറ്റ് നല്ല പവർഫുള്ളായ കാർഡാണ്. ഇച്ഛാശക്തിയുടെ കാർഡാണ്. മനഃശക്തി കൊണ്ട്, ഇച്ഛാശക്തി കൊണ്ട് രഥം മുന്നോട്ട് നയിക്കുന്ന ഒരാളെയാണ് കാണുന്നത്. ഈശ്വരാനുഗ്രഹമുള്ള, ദൈവിക അനുഗ്രഹമുള്ള അയാൾ സ്വന്തം മനഃശക്തി കൊണ്ട് രണ്ട് സൈഡിലേക്കും, രണ്ട് ദിശയിലേക്ക് നോക്കി നിൽക്കുന്ന സ്ഫിക്സ് എന്ന് പറയുന്ന ഒരു രണ്ട് ജീവികളാണ്. അവരെ മനഃശക്തി കൊണ്ട് നിയന്ത്രിച്ച് മുൻപോട്ട് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ആളെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരിക്കും, ഇച്ഛാശക്തി ഉണ്ടായിരിക്കും നിങ്ങളുടെ എനർജിയിൽ. നിങ്ങൾ എന്തോ കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുകയാണ് നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട്. രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം 5 ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇച്ഛാശക്തി ഉണ്ട്, മനഃശക്തി, ആത്മവിശ്വാസം, എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ദൈവിക അനുഗ്രഹവുമുണ്ട്. പക്ഷേ നിങ്ങളിന്ന് സെൽഫിഷായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രവർത്തിക്കരുത്. സ്വന്തം കാര്യം മാത്രം നോക്കി, സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിച്ച് നമ്മളത് വിജയം നേടരുത്. ധാർമ്മികമായി തന്നെ നമ്മളത് നേടണം എന്നാണ് പറയുന്നത്. ഇന്നത്തെ വിജയം ധാർമ്മികമായിരിക്കണം. അത് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമ്മുടെ കാര്യം നേടണം എന്നാണ് പറയുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് വാൺസ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഗൈഡൻസ്. ക്യൂൻ ഓഫ് വാൺസ് പറയുന്നത് അതാണ്, നിങ്ങളൊരു മാതൃകയായിരിക്കണം മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷനായി മാറുകയാണ് വേണ്ടത്. ക്യൂൻ ഓഫ് വാൺസിനെ പോലെ, രാജ്ഞിയെ പോലെ, രണ്ട് സൈഡും, ഒരു സൈഡും മലയും മറു സൈഡ് മഞ്ഞുപാളികളും കാണാം. ആ സിംഹാസനത്തിലിരുന്ന് രണ്ട് പ്രദേശവും നോക്കുന്ന രാജ്ഞിയാണ് കാണുന്നത്.